പൈതലാണ് നീയെങ്കിൽ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം. പിന്നെന്താണ്? എന്തെല്ലാം ഇടതടവില്ലാതെ പ്രാർത്ഥിക്കണം. എന്താ കാര്യത്തിലറിയാവോ? നീ നടക്കേണ്ട വഴി കൃത്യമായിട്ടും ദൈവത്തിൻ്റെ കൈവെള്ളം എഴുതി വെച്ചിരിക്കുക. ഐ ഹാവ് കാവ്ഡ് ഔട്ട് ഇൻ മൈ പാ. എന്ത് രസമാണ് കേൾക്കാൻ. ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ ഇങ്ങനെ കൊത്തി വെച്ചിരിക്കുകയാണെന്ന്. നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ പറയുമെന്ന്. അപ്പോൾ മുഖത്ത് നോക്കണമെന്നുണ്ടെങ്കിൽ എന്താണ്? കയ്യിലിങ്ങനെ കൊത്തി വെച്ചിരിക്കുകയല്ലേ. ഇൻറ്റിമസിയാണ് പറയണത്. ദൈവമായിട്ട് കമ്മ്യൂണിക്കേറ്റീവ് ഇൻറ്റിമസി ഉണ്ടായിക്കഴിഞ്ഞാൽ ദൈവം തന്നെ നമ്മളെ വഴി നടത്തിക്കൊണ്ടിരിക്കും. ഇപ്പോൾ വെറുതെ എന്താ പറഞ്ഞത്, അമ്മേ കുഞ്ഞുങ്ങളെ വളർത്തണ്ടേ, കരാട്ട സ്കൂളിൽ പിള്ളേരല്ല കേട്ടാ ജീവിക്കണ്ടേന്ന് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? $30,000 എടുത്ത് കൊടുത്തേക്ക്. $30,000 അവിടെ അവർ മാത്രം കിട്ടിയിട്ടുള്ളൂ. അതാണ് രസം. അപ്പോൾ എന്ന് വെച്ചാൽ ഓരോരുത്തൻ്റെ കാര്യങ്ങളെക്കുറിച്ചും ദൈവത്തിന് കൃത്യതയുണ്ട്. നമ്മൾ എപ്പോഴും ദൈവഹിതം എന്താണെന്ന് നോക്കണം. ദൈവഹിതം എന്താ? ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ധാരണയാണ് ദൈവഹിതം. എന്താണ്? എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം. ഇപ്പോൾ എനിക്ക് കുറച്ച് ഡിസീസൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾ നോക്കിയാൽ എൻ്റെ ഈ കൂടെയുള്ളതല്ലേ ഈ ജോമോളും അച്ഛനുമൊക്കെ, അവർ എന്നെ ഈ കാര്യത്തിൽ ദുഃഖിച്ച് കണ്ടിട്ടുണ്ടാവില്ല. എപ്പോഴും കണ്ടതില്ല. ഞാൻ ഭയങ്കര സ്മാർട്ടാണ്. അത് ഇപ്പം തന്നെ ചുമയൊക്കെ പിടിച്ച് രാത്രി ആവിയൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാര്യം ഇവിടെ നിന്ന് വേർത്തിട്ട് ബനിയം വരെ അകത്തുകൊണ്ട് പിഴിഞ്ഞിട്ട് ബനിയത്തകത്തോട്ട് വെള്ളം അകത്ത് കയറിയിട്ട് രാത്രി പനിയായിരുന്നു. അപ്പോൾ എനിക്ക് ഇത്തിരി പേടിയായിരുന്നു. ഇന്ന് ഇങ്ങനെ സ്വരമൊക്കെ പോകും, വല്ല കുഴപ്പമുണ്ടാകുന്നൊക്കെ പേടിയായിരുന്നു. പക്ഷേ എന്തായാലും ഞാൻ ഹാപ്പിയാണ്. ഇപ്പോൾ ജീവിതത്തിൽ ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ വരുമ്പോഴും നമ്മളോട് എന്താ പറഞ്ഞിരിക്കണത്? എപ്പോഴും സന്തോഷമായിരിക്കുക. പിന്നെന്താണ്? ഇടതരമില്ലാതെ പ്രാർത്ഥിക്കുക. പിന്നെന്താണ്? എല്ലാ കാര്യങ്ങളെയും ഓർത്തുകൊണ്ടും. അല്ലാതെ നിനക്ക് വിജയം തരുന്ന കാര്യം മാത്രമല്ല, എല്ലാവർക്കും വിജയം തരുന്ന കാര്യം മാത്രമല്ല, എല്ലാ കാര്യങ്ങളെയും ഓർത്തുകൊണ്ട് നന്ദി പറയണം. ഞാൻ അതായത് എപ്പോഴും എൻ്റെ പ്രശ്നം വെച്ചാൽ, ഞാൻ സെമിനാരി പഠിക്കുന്ന കാലത്ത് 2 മാസമൊക്കെ രാത്രി കിടന്ന് കരയുമായിരുന്നു. 2 മാസം. അതിൻ്റെ കാര്യം വെച്ചാൽ എനിക്ക് എൻ്റെ അപ്പൻ, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മരിച്ചു പോയത്. അപ്പോൾ എനിക്ക് വേണ്ടി ആ 10ാം ക്ലാസ്സിൽ പിരിയണ സമയത്ത്, മോഡൽ എക്സാം സമയത്ത് ഓട്ടോഗ്രാഫ് വാങ്ങിക്കണം. അപ്പം അപ്പൻ ഭയങ്കര കൃഷിക്കാരനാണ്. അപ്പോൾ തന്നെത്താൻ തന്നെ ഒരു കൊല വെട്ടിയെടുത്ത് തോളെ വെച്ചുകൊണ്ട് കടയിൽ പോയി അത് കൊടുത്തിട്ട് എനിക്ക് ഓട്ടോഗ്രാഫ് മേടിച്ചുകൊണ്ട് വന്ന്, അതെനിക്ക് ഓർത്ത് സഹിക്കാൻ പറ്റുന്നില്ല. ആ അപ്പനാണ് 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് മരിച്ചു പോയത്. അപ്പോഴും എനിക്ക് ഞാൻ ഒറ്റയ്ക്കൊരു കൾസ കൊടുത്താണ് സെമിനാരിൽ പോയി ചേരണത്. അപ്പം അതുകൊണ്ട് അപ്പനെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കാനാവാത്ത വേദന വരും എപ്പോഴും. പിന്നെയാണ് ഞാൻ ഓർക്കണത്, അപ്പൻ ജീവിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ഇടവക വൈദ്യനായിട്ട് വിടത്തില്ല. അപ്പന് ഈ ഇടവക വൈദ്യനായിട്ട് ഭയങ്കര ഗുസ്തിയായിരുന്നു ആദ്യകാലം പോലെ. അപ്പോൾ എന്നോട് എപ്പോഴും പറയും, റിലീജിയസാണ് നല്ലത്, നീ റിലീജിയസിന് പോയാൽ മതി എന്ന്. അപ്പം ഞാനതനുസരിച്ച് റിലീജിയസിന് പോകാൻ വേണ്ടി തന്നെയാണ് ഒരുങ്ങി നടന്നത്. പക്ഷെ കർത്താവ് പറഞ്ഞത് ഈ രൂപത ജീവിക്കണതും റിലീജിയസ് തന്നെയാണ്. നമ്മൾ എവിടെ ആയിരിക്കുന്നു എന്നല്ല പ്രശ്നം, നമ്മൾ എന്തായിരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. സ്ഥലത്തിനല്ല പ്രശ്നം, സംവിധാനത്തിനല്ല പ്രശ്നം. ഏത് സംവിധാനത്തിൽ പോയാലും ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിനൊരു ധാരണയുണ്ട് നമ്മളെക്കുറിച്ച്. അപ്പോഴെന്നാ പറ്റിയത്? ഇപ്പം എനിക്ക് തോന്നുന്നത് എന്താണ്, അപ്പൻ വലിയ കിടപ്പൊന്നുമില്ലാതെ നേരത്തെ കർത്താവിൻ്റെയൊക്കെ പോയില്ലേ? അന്ന് എനിക്കത് മനസ്സിലായില്ലേ, ഇന്ന് എനിക്കത് മനസ്സിലായി. അപ്പോൾ എന്താണ്? എല്ലാ കാര്യങ്ങൾക്കും കൃതജ്ഞത പ്രകാശിപ്പിക്കുകയും. ദൈവപൈതൽ അങ്ങനെയാണ് ചെയ്യണത്. അല്ലാതെ ദൈവം എന്നോട് എല്ലാവർക്കും ഭർത്താവുണ്ടല്ല, എല്ലാ പെണ്ണുങ്ങളൊക്കെ കല്യാണം കഴിച്ചൊക്കെ പെറ്റല്ല, പിള്ളേരെയും കൊണ്ട് നടക്കണ്ടല്ല, എനിക്ക് മാത്രം ഒരു കുഞ്ഞിക്കാരെ കാണാൻ പറ്റില്ല, നിങ്ങൾക്ക് ഈ പട്ടി കാറവിടെ കാറിക്കൊണ്ട് നടക്കുന്നൊരിക്കലും അതൊന്നും പ്രാർത്ഥനയല്ല ശരിക്കും പറഞ്ഞാൽ. എന്താണ്? അങ്ങനെ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ പോലും നീ ദൈവദൃഷ്ടിയിൽ വരുമ്പോൾ എന്താണ്? എപ്പോഴും സന്തോഷത്തിലേക്ക്. എന്താ കാര്യം? ഈ ഒരു അവസ്ഥയിൽ തന്നെ ഇതിൻ്റെ കറസ്പോണ്ടിങ് അനോയിൻറ്റിങ് ഉണ്ട്. ഈ ഒരു അവസ്ഥയിൽ ഇപ്പം നിനക്ക് മക്കളില്ല, അത് വിചാരിച്ചോ, മക്കളെ കിട്ടുമായിരിക്കും, ചിലപ്പോൾ കിട്ടത്തില്ല. പക്ഷേ ഇവിടുത്തെ എന്ന് പറയുമ്പോൾ മാക്സിമം ഈ 90% കിട്ടണ കേസേ ഇവിടെ ഉള്ളൂ, കിട്ടാത്ത കേസ് അപൂർവമാണ്. പക്ഷേ എന്നാലും കർത്താവിൻ്റെ നിലപാടെന്താണ്, ധാരണ എന്താണ്? നീ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ. അതാണ് വിഷയം. ആ പഴയ കാലങ്ങൾ ഓർത്തിട്ട് അയ്യോ ഞാൻ അന്ന് പറഞ്ഞതാണ്, എന്നൊക്കെ കാനഡയിൽ വിടാൻ പറഞ്ഞതാണ്, ഞാനിപ്പോൾ എവിടെ ഇരിക്കേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും അമ്മനെ ചത്തുപോയ അമ്മനെ മുഴുവൻ ആയിക്കൊണ്ട് നടക്കണ കുറേ തലതെറിച്ച പിശാചുക്കളുണ്ട്. ആ ചാപ്റ്ററെല്ലാം ക്ലോസ് ചെയ്യണം. കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ച വിഷയങ്ങൾ എൻ്റെ കർത്താവ് ഒന്നും സംഭവിച്ചിട്ടില്ല.
നിന്നെക്കുറിച്ച് ഇതാണ് ദൈവഹിതം എന്നുണ്ടെങ്കിൽ അത് ദൈവഹിതം അക്സെപ്റ്റ് ചെയ്തിട്ട് നീ സന്തോഷമായിട്ടിരിക്കണം. എപ്പോഴും എന്താ സൗജന്യം എന്താണ്? എപ്പോഴും സന്തോഷിച്ചിരിക്കുക. വിശുദ്ധ ജീവിതം എന്ന് പറഞ്ഞാൽ ആത്മാവിലുള്ള ജീവിതമല്ലേ. അവിടെയാണ് എന്താ പ്രശ്നം? നമ്മളെ എന്ത് കിട്ടിയാലും പോയാലും നമ്മളെപ്പോഴും പറയുമ്പോൾ മറ്റതാണ് ശരി എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ചില വീഡിയോ നമ്മൾ കണ്ടിട്ടില്ലേ, ചില പട്ടികളെ, കൊച്ചു പട്ടിനെയും വലിയ പട്ടിനെയും കൂടി ജയമാനം വരെ നടത്തിയിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പട്ടി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആ മറ്റേ പട്ടിയെടുത്ത് പാത്രത്തിൽ എന്തൊക്കെ കിട്ടണമെന്ന് നോക്കിക്കൊണ്ടിരിക്കും പട്ടി. എന്നിട്ട് കിടന്ന് എന്ന് പറഞ്ഞ് കരയ്ക്കും. എന്ന് പറഞ്ഞ പോലെ തന്നെ മറ്റുള്ളവർക്ക് എന്ത് കിട്ടിയെന്നുള്ളത് നമ്മുടെ സബ്ജക്റ്റ് അല്ല. മനസ്സിലായില്ലേ? മറ്റുള്ളവർ എവിടെ പോയെന്നുള്ളത് നമ്മുടെ സബ്ജക്റ്റ് അല്ല. എപ്പോഴും ഓർത്തേക്കണം, മറ്റുള്ളവർ എവിടെ പോയാലും നിന്നാലും വന്നാലും പോയാലും നീ ദൈവത്തിൻ്റെ കൂടെ ഉണ്ടോ ഇല്ലേ എന്ന് മാത്രം നോക്കിയാൽ മതി. അങ്ങനെ ചിന്തിച്ചാൽ നിനക്ക് സന്തോഷമാകുന്നതിന് കുഴപ്പമില്ല. എന്താ കാര്യം? കർത്താവിൻ്റെ വചനം തെറ്റത്തില്ല. എന്താണ്? എപ്പോഴും സന്തോഷിച്ചിരിക്കുക. പിന്നെന്താണ്? ഇടറിവില്ലാതെ പ്രാർത്ഥിക്കുക. പിന്നെന്താണ്? എല്ലാ കാര്യങ്ങളും കഥഞ്ഞു. അപ്പോൾ അതാണ് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ധാരണ.